എല്ലാവർക്കും നമസ്കാരം. മഹാകാളി ഹീലിംഗ് ചെയ്തു പോയ ആൾക്കാർ രണ്ടാമത് ബന്ധപ്പെടാറുണ്ട് ചിലപ്പോൾ പുതിയ ചോദ്യമായിട്ട്. സാറ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് വളരെ മാറ്റമുണ്ട്. ആ ഒരു ഫിസിക്കൽ ബോഡിയിലുള്ള മാറ്റങ്ങളുണ്ട്, മെൻ്റൽ ബോഡിയിലുള്ള മാറ്റങ്ങളുണ്ട്. ടോട്ടലി ഒരു ലൈറ്റ് ഫീലിംഗ് എല്ലാവരും പറയുന്നതാണ്. ഹീലിംഗ് കഴിഞ്ഞാൽ തന്നെ പറയും ലൈറ്റ് ഫീലിംഗ് ആണ്, ബോഡി ലൈറ്റ് ആയെന്ന് എല്ലാവരും പറയാറുണ്ട്. ചെയ്തു പോയ ആൾക്കാർക്ക് അറിയാം. ഇത് കഴിഞ്ഞ അടുത്തൊരു ചോദ്യമായിട്ട് കുറേ പേര് ഇപ്പോൾ വരികയുണ്ടായി. ഈ ശത്രുത്വം എങ്ങനെ ഇല്ലാതാക്കാം എന്നാണ്. അപ്പം ഞാൻ ഇതിനെപ്പറ്റി പലരോടും പറയാറുണ്ട്. ശത്രുത്വം ഇല്ലാതാക്കണമെങ്കിൽ നമ്മൾ ഒരു ഡൗൺ ടു എർത്തായിട്ട് മാറുക. എന്നുവെച്ചാൽ എല്ലാവരോടും ഹമ്പിളായിട്ട് നമ്മൾ സംസാരിക്കാൻ പഠിക്കുക. നമ്മളുടെ ഉള്ളിൽ നിന്ന് ആ ഒരു മറ്റുള്ളവരോടുള്ള വിരോധങ്ങൾ, നെഗറ്റീവായിട്ടുള്ള എലിമെൻറ്റ്സ് അതെല്ലാം എടുത്ത് കളയുക. അസൂയ, കുശുമ്പ് എന്നൊക്കെ പറയുന്ന പോലത്തെ നെഗറ്റീവായിട്ടുള്ള തരങ്ങൾ സാധനം എടുത്ത് കളയുക. അപ്പോൾ തന്നെ നമ്മൾ പ്യുവറാകുമ്പോൾ തന്നെ മറ്റുള്ള ആൾക്കാർക്ക് നമ്മളെ കാണുമ്പോൾ ഒരു ശത്രുത്വം തോന്നാതിരിക്കാൻ ഒരു സാധ്യതയുണ്ട്. അതൊരു ലെവൽ വരെ കേട്ടാ. പക്ഷേ എല്ലാ ആൾക്കാരും അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന തത്വം നടപ്പിലാവും, അല്ലെങ്കിൽ നടപ്പിലാവില്ലെന്ന് എനിക്കറിയാം. അത് ഞാൻ പറയാണ്. അതൊരു മാർഗ്ഗമാണ്. കുറച്ചൊക്കെ ആളുകൾ അങ്ങനെ നമ്മുടെ ആളോട് ഇപ്പോൾ മേലുദ്യോഗസ്ഥന്മാർ കീഴുദ്യോഗസ്ഥന്മാരോട് ചാടിക്കടിച്ച് ആജ്ഞാപിച്ചു കഴിഞ്ഞാൽ ഈ കീഴുദ്യോഗസ്ഥനൊന്നും മിണ്ടൂല. കാരണം മേലുദ്യോഗസ്ഥനല്ലേ, പറയും, മനസ്സിൽ വിചാരിക്കും തനിക്കുള്ള പണി ഞാൻ തരാട്ട എന്ന് അവനും ഉറപ്പിച്ചിട്ടാണ് അവൻ പോണത്. എന്നിട്ട് ഇങ്ങനെയുള്ള കുത്തിരികൾ ഒപ്പിക്കുന്ന എത്രയോ ആൾക്കാരുണ്ടെന്നറിയോ. ഈ മേലുദ്യോഗസ്ഥൻ ഇരുന്ന് വിശ്വാസിയൊന്നും ആവണമെന്നില്ല, അയാൾ പിന്നെ അനുഭവിക്കില്ല തന്നെ. അത് തന്നെ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാവരോടും റെസ്പെക്റ്റോടെ സംസാരിക്കാനായിട്ട് പഠിക്കാൻ പറഞ്ഞത്. അതൊരു കാര്യം. ഇനി രണ്ടാമത്തൊരു ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഈ വിഷയത്തെപ്പറ്റി ഗഹനമായിട്ട് ചിന്തിക്കുകയും ദേവിയോട് ചോദ്യം ചോദിച്ചു. അപ്പം ദേവി ആദ്യമൊന്നും എനിക്ക് മറുപടി തന്നില്ല. പിന്നെ എനിക്ക് കാണിച്ചു തരുന്ന കാര്യം, ഈ നമ്മളുടെ മഹാകാളി ഹീലിങ്ങിലൂടെ ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ തലയിൽ ഒതുക്കാത്തൊരു ബുദ്ധിയായിരുന്നു ആദ്യം അത്. പിന്നീടാണ് ഞാൻ ഇങ്ങനെ ആളിൽ ചോദിച്ചപ്പോഴാണ് ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ മെഡിറ്റേഷനിൽ ഇരുന്ന് ചോദിച്ചു കഴിയുമ്പോഴാണ് എനിക്ക് കാണിച്ചു തന്നത്. അതായത് ശത്രുവായിട്ടുള്ള ഒരാൾ, അയാളുടെ ഉള്ളിൽ ഇതുപോലെ നെഗറ്റീവായിട്ടുള്ള വിചാരങ്ങൾ വരാനൊരു ഒരു കാരണം ഉണ്ടാവുമല്ലോ. എന്തെങ്കിലും കാരണം ഉണ്ടാവില്ല. ഇപ്പോൾ അയാൾക്ക് എന്തെങ്കിലും അസൂയ തോന്നാനുള്ളൊരു കാരണം ഉണ്ടാവും. ഇപ്പം നമുക്ക് നല്ലൊരു വണ്ടിയുണ്ട്, അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി വാങ്ങുന്നു, നല്ല ഡ്രസ്സിട്ട് നടക്കുന്നു, ഇങ്ങനെയുള്ള പല കാര്യങ്ങളായിരിക്കും. അത് അയാളുടെ നെഗറ്റീവായ ഒരു ചിന്ത കൊണ്ടാണ് അയാൾക്ക് അങ്ങനെ തോന്നുന്നത്. അയാൾക്ക് അങ്ങനെ തോന്നേണ്ട കാര്യമൊന്നുമില്ല. ആക്ച്വലി അയാൾക്ക് ജോലി ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ഇതുപോലെ തന്നെ വണ്ടിയൊക്കെ മേടിക്കാം, നല്ല ഡ്രസ്സിട്ട് നടക്കാം. അത് ഒരു നമ്മുടെ നാട്ടിലുള്ള വലിയൊരു പ്രശ്നമാണ്. പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലൊക്കെയാണ് കൂടുതലും. ടൗണിലൊക്കെ ആണെങ്കിൽ അത്ര വലിയ കുഴപ്പമില്ല. ടൗണിലുള്ള ആൾക്കാരൊക്കെ ഒരുമാതിരി സ്റ്റാൻഡേർഡ് ആൾക്കാരായിരിക്കും, കുറച്ചുകൂടി വിദ്യാഭ്യാസപരമായിട്ടും അവർക്ക് ജോലിയൊക്കെ ഉണ്ടാവും. നാട്ടിലുള്ള ആൾക്കാരൊക്കെ ആകുമ്പോൾ ജോലിയൊന്നും ഇല്ലാണ്ട് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്കൊക്കെയാണ് ഈ കൂടുതൽ ഇത്ര പ്രശ്നങ്ങൾ കൂടുതലും വന്നേക്കണം ഞാൻ കണ്ടേക്കണം കേട്ടോ. നമ്മൾ ഗ്രാമീണരെ കുറ്റം പറയുന്ന ആയിട്ട് വിചാരിക്കരുത്. ഞാനും ഗ്രാമത്തിൽ താമസിക്കുന്ന ആളാണ്. പക്ഷേ ഒരു ജനറലായിട്ടുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് ഈ മഹാകാളി ഹീലിംഗ് ചെയ്തിട്ട് നമുക്ക് ശത്രുവായിട്ട് നമ്മൾ സങ്കല്പിക്കുന്ന ആൾ, അല്ലെങ്കിൽ ശത്രു എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ഒരു ഫോട്ടോഗ്രാഫ് ഉണ്ടെങ്കിൽ നമുക്ക് അവരെ ഹീൽ ചെയ്ത് കറക്റ്റ് ചെയ്യാൻ പറ്റും. അവൻ്റെ ഒരു ശുദ്ധീകരണ പ്രക്രിയ അങ്ങോട്ട് ചെയ്യാം. അപ്പം നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ ചിരിക്കും. ഞാൻ കാശ് ചിലവാക്കി എൻ്റെ ശത്രുവിനെ ഞാൻ നന്നാക്കണമെന്ന് ചോദിക്കും അല്ലേ. ആദ്യം അങ്ങനെ വിചാരിക്കും. നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാൻ പറയുന്നത് മണ്ടത്തരമാണെന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ നിങ്ങൾ കാശ് മുടക്കി ഒരു പ്രാവശ്യം കാശ് മുടക്കിയാൽ മതി അത് ചെയ്യാനായിട്ട്. അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. കാരണം അവൻ്റെ ആ ശത്രുത്വം നീങ്ങിപ്പോവാണ്. ശത്രുത്വം നീങ്ങിപ്പോയാൽ പിന്നീട് അവനെ വീണ്ടും നമുക്കെതിരായിട്ട് ബ്ലാക്ക് മാജിക്ക് ചെയ്യാനായിട്ടുള്ള ആ ഒരു തോന്നൽ അവൻ്റെ നഷ്ടപ്പെടരുത്. അവൻ പിന്നെ നിങ്ങളെ വിടും, അവൻ്റേതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകും. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി, നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു തിയറി. അപ്പം നിങ്ങൾ അങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി ആലോചിച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾ വൺസ് നിങ്ങൾ കുറച്ച് പൈസ സ്പെൻഡ് ചെയ്തിട്ട് ഒരു ഹീലിംഗ് ആ ശത്രുവിന് വേണ്ടിയിട്ട് ചെയ്താൽ അയാളുടെ മനസ്സ് ശുദ്ധമാകുന്നു, അയാളുടെ ശത്രുത്വം ഇല്ലാതാകുന്നു. അപ്പോൾ നിങ്ങൾ പലർക്കും അനുഭവം ഉണ്ടാവും. ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോവുകയും പലതവണ നിങ്ങൾക്ക് ഈ ആഹ്വാനം ചെയ്ത് ശത്രുബാധ ഒഴിപ്പിക്കാനായിട്ട് നിങ്ങൾ പല പ്രാവശ്യം പോയിട്ടുണ്ടാവും. അപ്പോൾ ഇത് എത്ര പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. നിങ്ങൾക്ക് പിന്നീട് ആ പ്രശ്നം
ഉണ്ടാവുകയില്ല. ഒരു ശത്രുവിൻ്റെ ഉപദ്രവം മാറി കിട്ടും. പിന്നെ രണ്ടാമത്തെ ശത്രുവിൻ്റെ വീണ്ടും വന്നിട്ടുണ്ടെങ്കിൽ അയാൾ ആരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ തന്നെ ചെയ്ത് മാറ്റാൻ പറ്റും. അപ്പം അങ്ങനെയാണ് ശാശ്വതമായിട്ടൊരു മാർഗം ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതൊരു നല്ലൊരു ടെക്നിക്കായിട്ട് എനിക്ക് തോന്നി. അപ്പം ഞാൻ ഇതേ ഒരു സംഗതി തന്നെ ഒരാൾക്ക് ചെയ്തു കൊടുത്തായിരുന്നു ഇതുപോലെ തന്നെ. ഇപ്പോൾ അയാൾക്ക് ഒരു കുഴപ്പമില്ല, അയാൾക്ക് വീണ്ടും വീണ്ടും ശത്രുബാധ വരുന്നില്ല. ഇത് ആളുകൾക്ക് ഇതേപോലത്തെ പല പല പരിപാടികളുണ്ട്. അതായത് ഒരാളിങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടേ ഇരിക്കുക, അതായത് 1 വീതം 3 ചേർന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ അതുപോലെ മാസത്തിൽ ഒരു ശത്രുബാധ അങ്ങോട്ട് വിടുക, അതെല്ലാ മാസവും അങ്ങനെ വിട്ടുകൊണ്ടേയിരിക്കും ചില ആൾക്കാർ. അവർക്കൊരു ചിലർക്ക് മാനസികമായ ഒരു സുഖം കിട്ടുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ചെയ്യുമ്പോഴും. മറ്റുള്ളവർ ഉപദ്രവിക്കുമ്പോൾ അതിൽ സന്തോഷിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലത്തെ ആൾക്കാരും നമ്മുടെ ഇടയിലുണ്ട്. അപ്പം ഇങ്ങനൊരു കാര്യം ചെയ്താൽ ചിലപ്പോൾ അയാൾ നന്നായി പോയാൽ നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.